KSU-SFI സംഘർഷത്തിൽ തലസ്ഥാനം യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് KSU-SFI പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. ഇപ്പോഴും സംഘർഷം നിയന്ത്രണ വിധേയമായിട്ടില്ല. ജലപീരങ്കിയും ലാത്തി വീശിയും നിരവധി തവണ ജലപീരങ്കി ഉപയോഗിച്ചും പോലീസ് അക്രമാസക്തരായ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. സംഘർഷം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സഫ്വാൻ BP വിശദാംശങ്ങളുമായി ചേരുന്നു. സഫ്വാൻ, എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ? പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? നേതാക്കൾ എന്ത് പറയുന്നു? ഇവിടുന്ന് MLA ഹൗസിലേക്ക് ഇതുവഴി ഡയറക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ MLA ഹൗസിലേക്ക് KSU പോയിന് SFIയുടെ പ്രകടനം അവിടെ നിന്ന് ഇതുവഴി വന്നേ. ഇതിന് പകരം ഷെയ്ഫു, ഇപ്പോൾ നിലവിൽ ഏതായാലും സംഘർഷ സാധ്യതയ്ക്ക് ചെറിയൊരു ഇളവ് വന്നിട്ടുണ്ട്. CPI നേതാക്കളായ AA റഹീം, MV ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയതിന് പിന്നാലെയാണ് ഈ സംഘർഷത്തിന് ഏതായാലും ഇളവ് വന്നിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ 40 മിനിറ്റ് ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായിട്ടായിരുന്നു ഈ പാളയവും പരിസരവും ഉണ്ടായിരുന്നത്. SFI KSU പ്രവർത്തകർ പരസ്പരം കല്ലെറിയുകയും പടക്കമെറിയുകയും വടിയെറിയുകയൊക്കെ ചെയ്യുന്ന ഒരു അക്രമ സാഹചര്യമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള SFIയുടെ വിജയാഘോഷം പാളയത്തെത്തിയപ്പോഴായിരുന്നു ഈ സംഘർഷം ഉടലെടുത്തത്. SFI ഈ യൂണിയൻ നിലനിർത്തുകയും KSU നേട്ടമുണ്ടായ ഒരു സാഹചര്യത്തിലുമായിരുന്നു ഇരു കൂട്ടരും പരസ്പരം പ്രകടനവുമായി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് പാളയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ ഈ വൈകുന്നേരം വരെ, അതായത് 8 മണി മുതൽ ഒരു 9 മണി വരെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ റിസൾട്ട് വൈകും എന്നൊരു പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയായി നമ്മൾ പിരിഞ്ഞു പോകുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വൈകിട്ട് റിസൾട്ട് വരികയും അതിനുശേഷം SFIയുടെ ഒരു പ്രകടനം ഈ പാളയത്തിലേക്ക് എത്തുകയും ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ KSUവും മറുതലക്കൽ നിന്ന് പ്രകടനമായി എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ വലിയൊരു തെരുവ് യുദ്ധത്തിലേക്ക് ഏതായാലും കാര്യങ്ങൾ പോകുന്ന ഒരു തരത്തിലേക്കായിരുന്നു ഇപ്പോൾ പോയിരുന്നത്. ഏതായാലും നേതാക്കൾ ഇടപെട്ട്, ഇരുഭാഗത്തും നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സംഘർഷ സാധ്യതയ്ക്ക് ഇപ്പോൾ ഏതായാലും നേരിയ അഴവ് വന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി AA റഹീം സംസാരിക്കുകയാണ്. ഞങ്ങൾ വളരെ റെസ്പോൺസിബിളായി പറയുന്നു, ഒരു തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ബോധപൂർവമായി പോലീസ് ഏകപക്ഷീയമായി പെരുമാറുകയും മുൻകരുതലില്ലാതെ അവർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ സംഘർഷത്തിലേക്ക് പോകുന്നത്. ഈ AA റഹീമാണ് സംസാരിച്ചത്. ഈ സംഘർഷം തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ഈ MP-യുമായ AA റഹീം ഈ സംഘർഷ സ്ഥലത്ത് എത്തുകയും പോലീസിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു അർത്ഥത്തിൽ ഈ നേതാക്കൾ അടക്കമുള്ള ആളുകളുടെ ഇടപെടലാണ് വലിയ തെരുവുദ്ധത്തിലേക്ക് നീങ്ങിയ ഒരു സംഘർഷം ഇപ്പോൾ ഏതായാലും അതിലൊരു അയവ് വന്നിട്ടുള്ളത്. ഏതായാലും KSU പ്രവർത്തകരും SFI പ്രവർത്തകരും എന്തായാലും ഒരു 3/4 മണിക്കൂറോളം നീണ്ട തെരുവ് യുദ്ധത്തിന് ഇപ്പോൾ നേരിയ അറുതി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും KSU-SFI പ്രവർത്തകർ ഏറ്റുമുട്ടി. തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് ഇരു ഗ്രൂപ്പുകളും തമ്മിൽ, ഇരു സംഘടനാ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഒപ്പം CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളും സംഭവസ്ഥലത്തെത്തിയതോടെ ഇപ്പോൾ ഒരു സംയമനത്തിൻ്റെ വഴിയിലേക്ക് പ്രവർത്തകരെത്തിയെന്ന് മനസ്സിലാക്കുന്നു.